ക്രിസ്തീയ ജീവിതം അഥവാ വിശ്വാസ ജീവിതം ഉയർച്ച മാത്രമുള്ള അനുഭവമല്ല, നന്മകൾ മാത്രം നിറഞ്ഞ ജീവിതമല്ല, സമൃദ്ധി മാത്രമുള്ള അനുഭവവുമല്ല. നാം എപ്പോഴും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നത് അനുഗ്രഹങ്ങൾ മാത്രമാണ്, ഉയർച്ചയാണ്, വിടുതലുകളാണ്, സൗഖ്യമാണ്, സന്തോഷമാണ്, ആനന്ദമാണ്, ഉല്ലാസമാണ്. സകലരുടെയും മുമ്പിൽ വളരെ പ്രമോദമായ ഒരു ജീവിതം നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി മാത്രം ക്രിസ്തീയ ജീവിതത്തെ തേടിയെത്തിയവരുമുണ്ട്. എന്നാൽ ക്രിസ്തീയ ജീവിതം വളരെ വ്യത്യസ്തമാണ്. പാടുകളും പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് ഒരു പ്രഭാതം കൂടെ അനുഗ്രഹിച്ച് നൽകിയ ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഈ തരുണത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 42-ാം വാക്യം. എല്ലാവരും തിന്ന് തൃപ്തരായി. പ്രൈസ് ദി ലോർഡ്. സമൃദ്ധിയുടെ അനുഭവം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. അവരെല്ലാവരും തിന്നു, അവർ തൃപ്തരായി, പരാതി ആർക്കുമില്ല. എല്ലാവരും വയറ് നിറഞ്ഞു, സന്തോഷം. വളരെ രുചികരമായ അപ്പം, അതിൻ്റെ കൂടെ മീന്. എല്ലാവരും ഭക്ഷിച്ചു തീർന്നതിന് ശേഷം കുഞ്ഞു കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഭക്ഷിച്ചു തീർന്നതിന് ശേഷം 12 കൊട്ട അപ്പവും മീനുമായിട്ട് പെറുക്കിയെടുത്ത് അവിടെ കൂട്ടി വെച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും ഹൃദയം സന്തോഷിച്ചു. ഇത്ര നല്ലൊരു ഗുരുവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചതിൽ ശിഷ്യന്മാർക്ക് വളരെ സന്തോഷം. ജീവിതത്തിൽ അല്ലലുകളൊന്നുമില്ല. തിന്ന് തൃപ്തരായിരിക്കുന്ന ആ നിമിഷത്തിൽ കർത്താവ് പറയുകയാണ്. 45-ാം വാക്യം, 6-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഉടനെ പടകിൽ കയറി അക്കരെ ബെത്സയിദ ഗ്രാമത്തിലേക്ക്, കടൽക്കരയിലേക്ക് പോകണം. അതൊരു ഭയങ്കര പരീക്ഷയായിപ്പോയി. ശിഷ്യന്മാർ അല്പനേരം കൂടെ അവിടെ ഇരിക്കാൻ ആഗ്രഹിച്ചു കാണും. ഇല്ല, ഞങ്ങൾ പോകത്തില്ല, ഞങ്ങൾക്കിപ്പോൾ ഉടനെ പോകാൻ വയ്യ, ഇപ്പോൾ ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ, യാത്ര ചെയ്യാൻ ഇപ്പോൾ വയ്യ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഗുരു പറയുന്നതെല്ലാം അനുസരിക്കാമെന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അനുസരിക്കുന്നതാണ് നല്ലതെന്ന് അവർക്കറിയാം. ഇല്ല എങ്കിൽ അത് വളരെ ദോഷം ചെയ്യുമെന്ന് പറയാം. അതുകൊണ്ട് ഗുരു അവരെ നിർബന്ധിച്ച് അവരോട് ഏർപ്പെടുത്തിയതായ യാത്ര ചെയ്യുവാൻ അവർ തുടങ്ങുകയാണ്. യാത്ര തുടങ്ങി. അവരോട് പറഞ്ഞത്, നേരം വെളുക്കുന്നതിന് മുമ്പ് തൊഴിഞ്ഞ് നിങ്ങൾ അക്കരെ ചെല്ലണം. അങ്ങനെ അവരെ ഏകരായി വിട്ടു. സമൃദ്ധിക്ക് ശേഷം തൻ്റെ മക്കളെ കർത്താവ് ഏകരായി വിടുന്ന ആദ്യത്തെ അനുഭവം. അതിനു മുമ്പ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഇതാ ഒരു പ്രത്യേകത. ഒരു നിമിഷത്തിൽ അവർക്ക് വയറ് നിറച്ച ആഹാരം കൊടുത്തു, സമൃദ്ധിയുടെ മുഖത്തെ കാണിച്ചു. അവർ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ കണ്ടു. അതൊരു വിടുതലിൻ്റെ ദിവസമായി അവരുടെ ഹൃദയത്തിൽ കുറിക്കൊണ്ടു. അതെപ്പോഴും ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. എന്നാൽ സംഭവങ്ങളെല്ലാം വിപരീതമായിട്ടാണ് സംഭവിച്ചത്. പെട്ടെന്ന് സംഗതികൾക്കെല്ലാം ഒരു വ്യത്യാസം. അവർ കടലിൻ്റെ കരയിൽ നടുക്ക് ചെന്നപ്പോൾ ഇതാ അവർ പ്രതീക്ഷിക്കാത്ത വലിയൊരു കൊടുങ്കാറ്റ്, വലിയൊരു പരീക്ഷ, വലിയൊരു ബുദ്ധിമുട്ട്, നിലവിളി, പ്രാണഭയം അവരെ വേട്ടയാടുവാൻ തുടങ്ങി. ചില നിമിഷങ്ങൾക്ക് മുമ്പ് വയറു നിറച്ച് ആഹാരം കഴിച്ചതാണ്. അവർ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ കണ്ടതാണ്. ഗുരു എവിടെ? ഗുരു ഏകരായി അവരെ വിട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ചപ്പോൾ, താങ്ക് ഗോഡ്, മിസ്രൈമിൽ കുടിവെള്ളത്തിന് വലിയ പ്രശ്നമില്ലായിരുന്നു. കാരണം താഴ്വരയായ ദേശം. അവിടെ നൈൽ നദി ആ ദേശത്തെ എല്ലാം ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും വെള്ളമുണ്ട്. എന്നാൽ ജോലിയിൽ അല്പം ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. ഊഴിയ വേല കൊണ്ട് അവരങ്ങ് വലഞ്ഞു. കഷ്ടപ്പാടാണ്, നടുവൊടിയുന്ന ജോലി, അത് മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ദാഹം അവരറിഞ്ഞിട്ടേയില്ല. എങ്കിലും ഈ ഊഴിയ വേല നിമിത്തം അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ഒരു ചിന്ത. അങ്ങനെ രക്ഷപ്പെട്ടു. അവർ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മരുഭൂമിയിൽ കൊണ്ടുവന്നു. അവിടെ കുടിവെള്ളത്തിന് പ്രശ്നമുണ്ടായപ്പോൾ
ഒന്ന് പിറുവിറുത്തതയുള്ളൂ. ഇതാ പാറയിൽ നിന്ന് ധാരധാരയായി വെള്ളം ഒഴുകി. അവർ കുടിച്ചു. ജീവജലം പോലെ അവർ കുടിച്ചു. ആവശ്യം പോലെ കുടിച്ചു. പാറയിൽ നിന്നും ഒഴുകുന്ന വെള്ളത്തെ അവർ ആശ്രയിച്ചു. ആ വെള്ളം കണ്ട് അവർ സന്തോഷിച്ചു. എന്നാൽ സീനായി മലയുടെ അടിവാരത്തിൽ ചെന്നപ്പോൾ അവരോട് ദൈവം ഒരു സന്ദേശം പറഞ്ഞു. ആ സന്ദേശം അവരെ വളരെയധികം ചിന്തിപ്പിക്കുവാൻ തുടങ്ങി. ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം അവരോട് പറയാണ്, നിങ്ങൾ കൈവശമാക്കുവാൻ പോകുന്ന ദേശം മിസ്രയീമിലെ പോലെയല്ല. ആ ദേശം നിങ്ങൾ കൈവശം അവകാശമാക്കുവാൻ പോകുന്ന ദേശത്ത് താഴ്വരകളും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉണ്ട്. ആ ദേശം ദൈവം പെയ്യിക്കുന്ന മഴ കുടിക്കുന്ന ദേശം. അവിടെ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ട്. എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിന് പിറുപിറുത്താൽ പറ്റത്തില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കണം. മുൻമഴയ്ക്ക് വേണ്ടിയും പിന്മഴയ്ക്ക് വേണ്ടിയും നിലവിളിക്കുന്ന ഒരു നിലവിളി ഉയരേണ്ട സ്ഥലം. അപ്പോഴാണ് അവർ കനാൻ ദേശം പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്നവർക്ക് മനസ്സിലായത് അപ്പോഴാണ്. കണ്ണുനീര് കൊണ്ട് ദേശത്തെ കുതിർക്കുന്ന സ്ഥലം. മഴയില്ലാത്തപ്പോൾ നീ കണ്ണുനീരൊഴുക്കണം. ദൈവം പെയ്ക്കുന്ന മഴ മാത്രമേ ആ നിലവും മണ്ണും കുതിരുവാൻ ഉപകരിക്കൂ. അങ്ങനെ കുതിർന്നതിന് ശേഷം വേണം നീ കുഴിക്കുന്ന കുഴിയിലെ കിണറ്റിൽ വെള്ളമുണ്ടാകുവാൻ. ദൈവം മഴ പെയ്യ്ക്കുന്നു. മരുഭൂമിയിൽ വെള്ളമില്ലായിരുന്നു. എന്നാൽ അവർ പിറുപിറുത്തപ്പോൾ അവർക്ക് റെഡിമെയ്ഡ് വെള്ളം കിട്ടി. കനാനിൽ പിറുപിറുത്താലും പറ്റത്തില്ല, പരാതി എഴുതി കൊടുത്താലും പറ്റത്തില്ല, സമരം ചെയ്താലും പറ്റത്തില്ല, വലിയ പ്രതിസന്ധികൾ അവിടെ ഒരു ജാഥ ഒരുക്കിയിരുന്നാലും പറ്റില്ല, ഉപവാസം എടുത്താലും പറ്റത്തില്ല. കാരണം നിലവിളി മാത്രമേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കണ്ണുനീര് കൊണ്ട് ദൈവത്തോട് നീ നിലവിളിക്കുമ്പോൾ മുൻമഴയാലും പിന്മഴയാലും നിന്റെ ദേശത്തെ കുതിർക്കും. അങ്ങനെ കുതിർന്നാലും ശരി, നിന്റെ മുൻപിൽ താഴ്വരയിൽ നീ കണ്ട് സന്തോഷിക്കുമ്പോൾ അടുത്ത് നിന്റെ മുൻപിൽ നീ പ്രതീക്ഷിക്കേണ്ടത് ഒരു വലിയ മല, ഒരു പർവ്വതം, പാറക്കെട്ടുകൾ. എങ്ങനെ തരണം ചെയ്യും? അവയൊക്കെയും തരണം ചെയ്ത് താഴ്വരയിൽ മാത്രം കിടക്കുന്നവരല്ല, പർവ്വതങ്ങളിലും പാറക്കെട്ടുകളിലും മലയോരങ്ങളിലും ഒക്കെയും തരണം ചെയ്യുവാൻ നീ പ്രാപ്തരാകേണ്ടതിന് ദൈവം വലിയൊരു ശിക്ഷണത്തിന് വേണ്ടിയാണ് കനാൻ ദേശത്തേക്ക് നിന്നെ കൊണ്ടുവന്നതെന്നുള്ള വെളിപ്പാട് ആർക്കുണ്ടോ അവർക്ക് മാത്രമേ ക്രിസ്തീയ ജീവിതം മാധുര്യമാകുകയുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് നാം വായിച്ച വേദഭാഗത്തിലേക്ക് വരാം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 42-ാം വാക്യത്തിൽ കർത്താവ് അവരുടെ മുൻപിൽ ചെയ്തതായ അത്ഭുതങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി മർക്കോസ് എഴുതുകയാണ്, എല്ലാവരും തിന്നു തൃപ്തരായി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. ഈ വലിയ ഒരു സൗഭാഗ്യത്തെ ഓർത്ത് തമ്മിൽ ഇത്ര വലിയൊരു അത്ഭുതം ചെയ്ത ദൈവത്തെക്കുറിച്ചൊരു പുകഴ്ച. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയൊക്കെയല്ലേ? ഒരു വിടുതൽ കാണുമ്പോൾ നമ്മൾ അങ്ങ് പുകഴുകയാണ്. സാക്ഷ്യം, ദൈവം എനിക്ക് ഇന്നത് ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവൃത്തികൾ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു. എന്നാൽ അടുത്ത നിമിഷത്തിൽ നീ മറന്നു പോകരുത്, നിന്റെ മുൻപിൽ ഒരു പർവ്വതം, തിരമാല, കടന്നുകൊടുവാൻ കഴിയാത്ത പ്രശ്നം. ശിഷ്യന്മാർ പടക് കയറി അക്കരയ്ക്ക് പോകുവാൻ യാത്ര പുറപ്പെട്ടു. കടലിന്റെ നടുക്ക് ചെന്നപ്പോൾ വലിയ കൊടുങ്കാറ്റ്, തിരമാല, അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത തിരമാല. മീൻപിടുത്തക്കാരായ ആ ശിഷ്യന്മാർ ഒരുവിധമൊക്കെ തിരമാലകളെ തരണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അവർക്കറിയാം. പക്ഷെങ്കിൽ അവരുടെ ബുദ്ധിയും കഴിവും ജ്ഞാനവും അവരുടെ പ്രാപ്തിയുമൊക്കെയും അബലമാക്കിക്കൊണ്ട് അവിടെ ഇതാ അവരെ മുക്കിക്കളയുവാൻ തക്കവണ്ണം വലിയ ഈശാന മൂലം കാറ്റ് അവർക്ക് വിരോധമായി വീശുവാൻ തുടങ്ങി. അങ്ങനെ അവർ നിലവിളിക്കുവാൻ തുടങ്ങി. അക്കരെ ചെന്നെത്തുമോ എന്ന് അവർക്ക് നിശ്ചയമില്ല. പ്രാണഭയം, മരണഭയം, മരിച്ചു പോകും, പടക് തകരും, ഇനിയും ജീവനുണ്ടാകുകയില്ല. വിശപ്പും മറന്നു, എല്ലാം മറന്നു, അത്ഭുതങ്ങളും മറന്നു. ചില നിമിഷങ്ങൾക്ക് മുമ്പ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതായ ആ വലിയ സംഭവത്തെക്കുറിച്ച് പോലും അവർക്ക് ഓർക്കാൻ മനസ്സില്ല. എല്ലാം തീർന്നു. ഇനിയും എന്ത് അത്ഭുതം, ഇനിയും എന്ത് ഉയർച്ച എന്നവർ നിരാശപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ അവർ നിലവിളിച്ചപ്പോൾ ഇതാ അവരുടെ അവസ്ഥയെ കണ്ട് മന്ദമായി കടലിൽ കൂടെ നടന്നു വരുന്ന രമനാഥ് ഗുരു അവരോട് പറയണം, നിങ്ങൾ ഭ്രമിച്ചു പോകരുത്, ഇങ്ങനെ ഭ്രമിച്ചു പോകരുതെന്ന് അവർ കേട്ടപ്പോൾ അവരുടെ അവസ്ഥ നിരാശയുടെ അവസ്ഥയായി. അവരുടനെ വിചാരിച്ചത് ഇത് വല്ല ഭൂതവുമായിരിക്കും.
കർത്താവിനെ കടലിൽ കൂടെ നടക്കുന്നതായി അവർ അതുവരെയും കണ്ടില്ല. കടലിനെയും കരയും കാറ്റിനെയും കോളിനെയും എല്ലാം നിയന്ത്രിക്കുവാൻ ശക്തനായ ഒരുത്തനാണ് അവരെ വിളിച്ചതെന്നും അവരെ അയച്ചതെന്നും അവർക്ക് ഗ്രഹിപ്പിച്ചു കൊടുക്കുവാൻ അവരുടെ മുൻപിൽ സാവധാനത്തിൽ നടന്നു വരുന്ന ആ കർത്താവിൻ്റെ കരത്തെ അവർ കാണുകയുണ്ടായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് അവരോട് പറയുകയാണ്, ഭ്രമിക്കരുത്, ഭയപ്പെട്ടു പോകരുത്, ഞാനാകുന്നു, ഭൂതമല്ല, ഇത് ഞാനാകുന്നു. അവരുടെ ഹൃദയം സന്തോഷിക്കുവാൻ തുടങ്ങി. അവരൊരു പുതിയ ദർശനത്തിലേക്ക് വന്നു. ഓ, കർത്താവിന് കടലിന്മേൽ നടക്കുവാൻ കഴിയും, കാറ്റിനെ അമർച്ച ചെയ്യുവാൻ കഴിയും, അതിനെ ശാന്തതപ്പെടുത്തുവാൻ കഴിയും. കർത്താവ് അവരുടെ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു, കൊടുങ്കാറ്റമർന്നു, തിരമാലകൾ ശാന്തമായി. നോക്കൂ, എത്ര അത്ഭുതകരമായ ഒരു ജീവിതം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ സമൃദ്ധിയിൽ മാത്രം ആശ്രയിച്ചിരുന്നാൽ ക്രിസ്തീയ ജീവിതം മാധുര്യം ആകുകയില്ല, എപ്പോഴും സമൃദ്ധിയാകുകയില്ല. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടാകും. ഒരു സമൃദ്ധിക്ക് പുറകെ ഉടനെ പരീക്ഷയും നമ്മുടെ മുൻപിൽ അതിജീവിക്കേണ്ടതിനായി പ്രത്യക്ഷപ്പെടും. ഉദ്ദേശം എന്താണ്? നമ്മെ നശിപ്പിച്ച് കളയാനാണോ? നമ്മളെ മുക്കിക്കളയുവാനാണോ? നമ്മളെ കൊന്നുകളയുവാനാണോ? നമ്മളെ തീർത്ത് കളയുവാനാണോ? നമ്മുടെ പ്രത്യാശ നശിപ്പിക്കാനാണോ? അല്ല, നാം അതിനെ തരണം ചെയ്യുവാൻ നാം അഭ്യസിക്കേണ്ടതിന് വേണ്ടി നീ പാർക്കുന്ന ദേശം മുൻമഴയാലും പിന്മഴയാലും കുതിരേണ്ടതിന് നീ ദൈവത്തോട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം. അങ്ങനെയാണ് നിന്നെ കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നത്. മരുഭൂമിയിൽ ദൈവം നിനക്ക് സകലതും ചില പെറുപ്പും അല്ലെങ്കിൽ ദൈവത്തോടുള്ളതായ മത്സരബുദ്ധിയും ഒക്കെ ദൈവം മറന്നും ക്ഷമിച്ചും ഒക്കെ നിനക്ക് പല നന്മകളൊക്കെ ചെയ്തു. ആ മരുഭൂമിയിൽ നിന്ന് കനാൻ ദേശത്തിലേക്ക് വന്നപ്പോൾ, അഭിഷേകത്തിൻ്റെ ആ നിറവിലേക്ക് നീ കടന്നു വന്നപ്പോൾ, സമൃദ്ധിയുടെ ദേശമെന്ന് നീ കേൾവിപ്പെട്ട ദേശത്തേക്ക് വന്നപ്പോൾ, ഇതാ നിന്റെ മുൻപിൽ പർവ്വതങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വലിയൊരു പ്രതിസന്ധി, ഇതുവരെയും നീ ദർശിച്ചിട്ടില്ലാത്ത വലിയ ചില പ്രതികൂലങ്ങൾ നിന്റെ മുൻപിൽ കിഴുക്കാൻ ദുഃഖമായി നിൽക്കുകയാണ്. പർവ്വതങ്ങൾ, ഈ പടക് എങ്ങനെ അക്കരെ കടക്കും? ഈ പർവ്വതം എങ്ങനെ കടക്കും? നിലവിളി ഉയരണം. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഞങ്ങളെ ഇങ്ങനെ ഏകരായി നീ വിട്ടതെന്ത്? ഞങ്ങളെ നീ ഇങ്ങനെ കൈവിട്ടതെന്ന് ദാവീദ് പലപ്പോഴും പ്രാർത്ഥിക്കാണ്. ദൈവമേ, നീ എന്നെ കൈവിട്ടുവോ? എൻ്റെ കണ്ണുനീര് നീ കാണുന്നില്ലേ? എൻ്റെ നിലവിളി നീ ശ്രദ്ധിക്കുന്നില്ലേ? അങ്ങനെ നിന്റെ നിലവിളി ശ്രദ്ധിക്കുന്നില്ലേ എന്നുള്ളതായ ഒരു ഭാരം നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുമ്പോൾ ഭയപ്പെടരുത്. ഞാൻ രക്ഷിക്കുന്ന വീരനായി നിന്നോടുകൂടി ഉണ്ടെന്ന് കൈ നീട്ടിക്കൊണ്ട് നിന്റെ കരത്തിൽ പിടിക്കുവാൻ അരുമനാഥൻ നിന്റെ അടുത്ത് വരും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസ ജീവിതം സമൃദ്ധിയുടെ ജീവിതം മാത്രമല്ല, പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ നമ്മൾ അഭ്യസിക്കണം. അവരെല്ലാവരും തിന്ന് തൃപ്തരായി. പക്ഷെ എങ്കിൽ തൃപ്തിയുടെ പുറകെ ഇതാ പരീക്ഷ വരുന്നു. എന്ത് പരീക്ഷ? അടുത്ത വിശപ്പാണോ? അടുത്ത ദാരിദ്ര്യമാണോ? അല്ല, ജീവനെ കുറിച്ചുള്ളതായ ഒരു അപായ സൂചന. തകർന്നു പോകുമെന്നുള്ള ഒരു ചിന്ത, അക്കരെ എത്തുവാൻ സാധിക്കില്ലെന്നുള്ളതായ ഒരു മിഥ്യ നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നിന്നോട് വാതുകെട്ടി നിന്നോട് മത്സരിക്കും. നിന്നെ ഞാൻ അക്കരയ്ക്ക് ചേർക്കുകയില്ല, അക്കരെ കൊണ്ടെത്തിക്കുകയില്ല, നിന്റെ പടകിനെ തകർത്ത് കളയുമെന്ന് നിന്നോട് മത്സരിച്ച് പേരെടുത്ത് നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ നിലവിളി കേട്ട് നിന്റെ അടുത്ത് വരുവാൻ അരുമനാഥൻ ദൂരെ നിന്ന് കാണുകയാണ്. നീ തനിച്ചായിരിക്കുമ്പോൾ നീ എന്ത് ചെയ്യും? നീ പെരുവെറുക്കുമോ? നിലവിളിക്കുമോ? കണ്ണുനീരൊഴുക്കുമോ? നിന്റെ ചിന്ത എന്താണ്? നീ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? നിരാശയുള്ള ഒരു അനുഭവമാണ് നിനക്കുള്ളത് എന്നോർത്തുകൊണ്ട് നിന്നെ പരീക്ഷിക്കുവാൻ കർത്താവ് അടുത്ത് നിൽക്കും. നിന്റെ കണ്ണുനീർ കാണുമ്പോൾ അവൻ അടുത്ത് വരും. നിന്റെ കണ്ണുനീർ കാണുമ്പോൾ അവൻ മഴ പെയ്ക്കും. നിന്റെ ദേശത്തെ മഴ കൊണ്ട് കുതിർക്കും. നിന്റെ ദേശം, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ദേശം, ദൈവം പെയ്ക്കുന്ന മഴ കൊണ്ട് കുതിരുന്ന മണ്ണാണ്. അവിടെ മറ്റൊരു സോഴ്സുകളുമില്ല, നദിയില്ല, കടലുകളില്ല, മറ്റു വെള്ളത്തിൻ്റെ യാതൊരു സോഴ്സുകളും, ഒരു മുഖാന്തരവും ഒരു സാധ്യതയും അവിടെയില്ല. കണ്ണുനീരിൻ്റെ അനുഭവം മാത്രം. ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി നിന്നോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ വെച്ച് ഞാൻ നിനക്ക് മുന്തിരിത്തോട്ടങ്ങളെ തരും, ആഹോർ താഴ്വരയെ തരും. എന്തിനു വേണ്ടി? കണ്ണുനീരിനാൽ അത് കുതിർക്കേണ്ടതിന്, നനയ്ക്കേണ്ടതിന്, കൃഷി ചെയ്യേണ്ടതിന്, നിന്നെ അഭ്യസിപ്പിക്കുവാൻ, പ്രതികൂലങ്ങളിൽ നിലനിൽക്കുവാൻ കർത്താവ് നിന്നെ സഹായിക്കുമാറാകട്ടെ. സമൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും മുൻപിൽ മാത്രം പ്രസാദിക്കുന്ന, സന്തോഷിക്കുന്ന അനുഭവമല്ല, ദൈവത്തിൽ നിന്ന് സകല പ്രതികൂലതകളുടെ മധ്യത്തിൽ നിലനിൽക്കുന്ന ഒരു അഭ്യസനം ലഭിക്കപ്പെടുവാൻ ഈ വചനം ഈ പ്രഭാതത്തിൽ നിന്നെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.